വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പും മുളകും ഡയറക്ടേഴ്സ് തമ്മിലുള്ള ആ ഒരു കമ്പാരിസനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് നമുക്കറിയാം ടോട്ടലി ഉപ്പും മുളകും 3 ഡയറക്ടേഴ്സ് സീസൺ 1ലും 2ലും ചേർന്ന് 3 ഡയറക്ടേഴ്സ് ഒഫീഷ്യലി ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന്. പക്ഷെ നമ്മളിപ്പോൾ 3 ഡയറക്ടേഴ്സിലേക്ക് പോകുന്നില്ല, വെറും 2 തന്നെ. കാരണം സീസൺ 1ൽ പകുതിക്ക് ശേഷം വേറൊരു ഡയറക്ടറാണ് ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ മൂപ്പരെ നമുക്കൊന്ന് ഒഴിവാക്കാം. ഉണ്ണി സാറിനെയും രാജേഷ് ഏട്ടനെയും മാത്രം ഈ ഒരു കമ്പാരിസണിൽ നമുക്ക് ഉൾപ്പെടുത്താം. നമുക്കറിയാം ഉപ്പുമുളകിൻ്റെ ഉപ്പുമുളകും ക്രിയേറ്റ് ചെയ്തതും ആദ്യ കാലഘട്ടങ്ങളിൽ ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരുന്നതും ഉണ്ണി സാർ തന്നെയാണ് എന്ന്. മൂപ്പരാണ് ഉപ്പുമുളകും എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടാക്കുന്നതും ഈ ക്യാരക്ടറിലേക്ക് ക്രിയേറ്റ് ചെയ്യുന്നതും. അത് ഇതുവരെ കേരള ജനത കാണാത്ത രീതിക്കുള്ള ഒരു സിറ്റ്കോം എന്ന രീതിക്ക് ജനങ്ങൾക്ക് അത്രയും റിലേറ്റ് ചെയ്യുന്ന പോലെ അത് പ്രസൻറ്റ് ചെയ്തതുമെല്ലാം ഉണ്ണി സാറ് തന്നെയാണ്. ആദ്യ കാലഘട്ടങ്ങളിലെ എപ്പിസോഡുകളൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ സീസൺ 1ൽ ചില പ്രശ്നങ്ങൾ കാരണം മാറി നിന്നൊരു പുതിയ ഡയറക്ടർ വന്നു. പിന്നെ സീസൺ 2ലേക്ക് മാത്രം നമുക്കിപ്പോൾ ഒരു കമ്പാരിസൺ ആയിട്ട് എടുക്കാം. സീസൺ 2ൽ കാലഘട്ടങ്ങളിലും ഉണ്ണി സാർ തന്നെയാണ് ഡയറക്റ്റ് ചെയ്തത്. ഉണ്ണി സാറെ തിരിച്ചു കൊണ്ടുവന്നിട്ടായിരുന്നു ഉപ്പുമുളകും സീസൺ 2 ആരംഭിച്ചത്. അങ്ങനെ നോർമലായിട്ട് ഒരു 150-160ഓളം എപ്പിസോഡുകൾ നോർമലായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. അതൊരു സിറ്റ്കോം രീതിക്ക് തന്നെയായിരുന്നു. അതിലും ചില എപ്പിസോഡുകളൊക്കെ ബോറടിക്കുമെങ്കിലും ചില എപ്പിസോഡുകളൊക്കെ നല്ല എപ്പിസോഡുകൾ ആദ്യ കാലഘട്ടങ്ങളിൽ ഉപ്പുമുളകും സീസൺ 2ൽ ഉണ്ടായിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ലാതെ ഉപ്പുമുളകും ഒരു ട്രാക്കിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ണി സാർ പുതിയൊരു പരീക്ഷണം ഉപ്പുമുളകിൻ്റെ മുകളിൽ നടത്തുകയായിരുന്നു. പുതിയൊരു ജോണർ, ഇതുവരെ ആരും കണ്ടുപിടിക്കാത്തൊരു ജോണർ ഉപ്പുമുളകിൽ അത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതായത് എല്ലാ ജോണറും ഒരുമിച്ച് ഇറക്കുന്നുള്ളതായിരുന്നു ആ ഒരു സമയത്ത് ഉപ്പുമുളകും. ത്രില്ലിംഗ് ഉണ്ടായിരുന്നു, സീരിയൽ പോലെയായിരുന്നു, അധോലോകം ഉണ്ടായിരുന്നു, ഗോസ്റ്റിക് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഉപ്പുമുളകുമായിരുന്നു ഒരു സമയത്ത് ഉപ്പുമുളകിൽ വന്നുകൊണ്ടിരുന്നത്. അത് കാരണം ഉപ്പുമുളകിന് വലിയ വലിയ നഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് മുടിയൻ എന്നൊരു ക്യാരക്ടർ ഉപ്പുമുളകിൽ നിന്ന് വിട്ടുപോയി, ഒരുപാട് പ്രശ്നങ്ങളായി. അങ്ങനെ ആ ഒരു സമയത്ത് ഉപ്പുമുളകും ഭയങ്കര മോശമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പേഴ്സണലി എനിക്ക് ആ ഒരു ഉപ്പുമുളകൊന്നും തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. എന്നെ പോലത്തെ ഒരുപാട് പ്രേക്ഷകരും ഉണ്ട് എന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം കമൻറ്റ് ബോക്സ് വായിച്ചാൽ ആ സമയത്ത് നമുക്ക് മനസ്സിലാവും അത്രത്തോളം മോശമായിട്ടുള്ള എപ്പിസോഡുകൾ തന്നെയായിരുന്നു ആ ഒരു സമയത്ത്. പിന്നെ വീണ്ടും കുറച്ച് പ്രശ്നങ്ങൾക്കൊക്കെ ശേഷമൊക്കെ സിറ്റ്കോമിലേക്ക് തിരിച്ചു വന്നു. പിന്നെ ഒന്നൊക്കെ നോർമൽ എപ്പിസോഡുകളായിരുന്നു. ഉണ്ണി സാറിൻ്റെ സിറ്റ്കോം എപ്പിസോഡുകൾ മാത്രം എടുത്താലും ആ ഒരു സീരിയലിൽ നിന്ന് സിറ്റ്കോമിലേക്ക് മാറിയ ശേഷം വന്ന എപ്പിസോഡുകളിലും കുറച്ച് എപ്പിസോഡുകൾ മാത്രമേ വേറെ ലെവലായിട്ട് നമുക്ക് പറയാനുള്ളൂ എന്ന് അത്ര ഉണ്ടായിരുന്നുള്ളൂ. അതായത് നല്ലൊരു എപ്പിസോഡ് എന്ന് പറയാൻ കുറച്ച് വിരലിലുണ്ടാവുന്ന എപ്പിസോഡുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ ഒരു ആവറേജ് എപ്പിസോഡുകളായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇതാണ് ഉണ്ണി സാറിൻ്റെ എപ്പിസോഡുകളെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി രാജേഷ് ചേട്ടൻ്റെ എപ്പിസോഡുകൾ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1.5 മാസമായിട്ട് ഉപ്പുമുളകും ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് രാജേഷ് ചേട്ടനാണ്. നമ്മൾ ഇങ്ങനത്തെ ഒരു കമ്പാരിസൺ വീഡിയോ ഇതിനു മുമ്പ് ഇടണം വിചാരിച്ചത്. പക്ഷേ ഒരു 30-35 എപ്പിസോഡ് ആവട്ടെ എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്താണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 30-35ഓളം എപ്പിസോഡുകൾ രാജേഷ് ചേട്ടൻ ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡിലും ആ ഒരു ഉണ്ണി സാറിൻ്റെ എപ്പിസോഡും തമ്മിലുള്ള വ്യത്യാസം അങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ല. ആ സീരിയലിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അതിന് ഡ്രമാറ്റിക് ആയിട്ടുള്ള കുറേ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ സിറ്റ്കോം മാത്രം എടുത്താൽ രണ്ടുപേരുടെ എപ്പിസോഡും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷേ എന്താണ്, ഇപ്പോൾ പ്രേക്ഷകരുടെ ഇഷ്ടം അനുസരിച്ച പോലെയാണ് ഇപ്പോൾ ഉപ്പുമുളകിൽ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയും. കാരണം ഉണ്ണി സാർ ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് പേഴ്സണൽ വെഞ്ചൻസ് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ. കാരണം ഉണ്ണി സാറിന് ഇഷ്ടമില്ലാത്ത ക്യാരക്ടേഴ്സൊക്കെ കുറച്ച് താഴ്ത്തുന്നത് പോലെയൊക്കെ. അതായത് മുടിയൻ എന്നൊരു ക്യാരക്ടർ ഉണ്ടോ എന്ന രീതിക്ക് പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ സിദ്ധുവിനെ കുറിച്ചൊന്നും അധികം വർത്താനം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ കുട്ടുമാമൻ, ശ്രീരാജ് എന്നൊരു 2 ക്യാരക്ടർ ഉണ്ടായിരുന്നു. ഈ 2 ക്യാരക്ടറേയും നെഗറ്റീവ് ഷെയ്ഡിലായിരുന്നു ഉണ്ണി സാർ പ്രസൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് സീസൺ 1ലെ പോലെ അല്ലാതെ ഒരു നെഗറ്റീവ് ഷെയ്ഡായിട്ടുള്ള ഒരു ക്യാരക്ടർ, സ്വത്തിന് വേണ്ടിയിട്ട് അടിയാവുന്ന ഒരു ക്യാരക്ടർ എന്ന രീതിക്കായിരുന്നു ഡയലോഗുകളിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ രാജേഷ് ചേട്ടൻ എപ്പിസോഡിൽ അങ്ങനെ നെഗറ്റിവിറ്റീസ് ഒന്നുമില്ല. ഫുള്ളായിട്ട് എല്ലാവരെയും പോസിറ്റീവായി രീതിക്കാനെ കാണിക്കുന്ന, ഒരു വില്ലൻ ക്യാരക്ടറായിട്ടൊന്നും ആരെയും കാണിക്കുന്നില്ല. പിന്നെ മേജറായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരുടെ എപ്പിസോഡിൽ എനിക്ക് മേജർ ഡിഫറൻസ് കണ്ടത് രാംകുമാറേയും ഹൈമോദിയെയും യൂസ് ചെയ്യുന്ന വിധം തന്നെയാണ്. അതിൽ ഉണ്ണി സാറേക്കാളും ബെറ്റർ എന്തുകൊണ്ട് രാജേഷ് ചേട്ടൻ തന്നെയാണ്. കാരണം ഉണ്ണി സാറ് ഇവർ രണ്ടുപേരെയും സ്ക്രീൻ സ്പേസ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് സ്റ്റോറിയിൽ യാതൊരു ബന്ധവുമില്ലാതെ ഇവർ രണ്ടുപേരും മാത്രം സംസാരിച്ചിരിക്കുന്ന ഒരു 5-6 മിനിറ്റ് സീന് മാത്രം എപ്പിസോഡിൽ എടുത്തു വെക്കുമായിരുന്നു. പക്ഷേ രാജേഷ് ചേട്ടൻ അങ്ങനെ ചെയ്യാതെ കറക്റ്റായിട്ട് അവരെ എപ്പിസോഡിൽ എങ്ങനെ ബ്ലെൻഡ് ചെയ്യിപ്പിക്കാം, അവർക്ക് വേണ്ടത്ര സ്ക്രീൻ സ്പേസ് എങ്ങനെ കറക്റ്റ് രീതിക്ക് കൊടുക്കാമെന്ന രീതിക്ക് അതിൽ കറക്റ്റായിട്ട് സ്ക്രിപ്റ്റ് റൈറ്റിങ്ങും ഡയറക്ഷനൊക്കെ കറക്റ്റായിട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് രാജേഷ് ചേട്ടൻ ചെയ്യുന്നത്. ആ ഒരു വിഷയത്തിൽ എന്തുകൊണ്ടും ബെറ്റർ രാജേഷ് ചേട്ടനാണെന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. അതർവൈസ് ഇവർ രണ്ടുപേരുടെ എപ്പിസോഡുകളിൽ രണ്ടുപേർക്കും രണ്ടുപേരുടേതായിട്ടുള്ള മെറിറ്റുകളൊക്കെ ഉണ്ട്. അതായത് സീസൺ 1ത്തെ തുടക്കത്തിലെ എപ്പിസോഡുകൾ വെച്ച് നോക്കുമ്പോൾ രാജേഷ് ചേട്ടൻ്റെ എപ്പിസോഡുകൾ ആ ഒരു തരത്തിലേക്ക് ഉണ്ടായിരുന്നില്ല. കാരണം അതിന് വേറെ കുറേ കാരണങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ ആ സമയത്ത് കുട്ടികളെല്ലാവരും വളരെ ചെറുതായിരുന്നു. കേശുവും ശിവയൊക്കെ വളരെ ചെറുതായിരുന്നു. അപ്പോൾ അവരുടെ ക്യൂട്ട്നെസ്സൊക്കെ നന്നായിട്ട് വർക്കൗട്ടായിരുന്നൊരു സമയമായിരുന്നു അത്. പക്ഷേ ഇപ്പോൾ അവരൊക്കെ വലുതായതുകൊണ്ട് കുറച്ച് ചാലഞ്ചസ് കൂടുതൽ തന്നെയാണ് ഡയറക്ടർക്കൊക്കെ.
അതുകൊണ്ട് രണ്ടുപേർക്കും രണ്ടുപേരുടെ തരത്തിലുള്ള എപ്പിസോഡുകൾ തന്നെയാണ്. രണ്ടുപേർക്കും രണ്ടുപേരുടെ തരത്തിലുള്ള മെറിറ്റ്സും ഡീമെറിറ്റ്സും ഉണ്ട്. എന്നെ ചോദിച്ചാൽ പേഴ്സണലി എനിക്ക് കുറച്ച് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടു വരുന്ന എപ്പിസോഡ് ഇപ്പോൾ രാജേഷ് ചേട്ടൻ്റെ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ റാംകുമാറേയും ഹൈമോദിയെയും എക്സ്റ്റേണൽ ക്യാരക്ടേഴ്സെയും അല്ലെങ്കിൽ എല്ലാ ക്യാരക്ടേഴ്സെയും എങ്ങനെ ഉപയോഗിക്കണം എന്ന രീതിയിൽ കറക്റ്റായിട്ട് കൊണ്ടുപോകുന്നത് പോലെ എനിക്ക് ഫീലായി. നിങ്ങൾക്ക് ഇവർ രണ്ടുപേരുടെ എപ്പിസോഡുകളിൽ ആരുടെ എപ്പിസോഡാണ് കൂടുതൽ ഇഷ്ടം, അല്ലെങ്കിൽ ആരുടെ എപ്പിസോഡാണ് നിങ്ങൾക്ക് ബെറ്ററായി തോന്നുന്നത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഉപ്പുമുളകും അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.